ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. ഞാനിന്ന് വന്നിട്ടുള്ള വളരെ സോഫ്റ്റ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു മിൽക്ക് പറാത്തയുടെ റെസിപ്പി ആയിട്ടാണ്. ബ്രേക്ക്ഫാസ്റ്റിനായാലും ഡിന്നറിനായാലും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണിത്. വേറെ കറിയുടെ ഒന്നും ആവശ്യമില്ല. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണിത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ് ചെയ്യാൻ മറക്കാതിരിക്കുക, ഹൈപ്പ് എന്ന ഓപ്ഷനൂടെ ചെയ്യാൻ മറക്കരുത്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിനായിട്ട് ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചിയും ചോപ്പ് ചെയ്തതാണ്. അതിട്ടൊന്ന് പച്ചമണം മാറുന്നത് വരെ ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. പിന്നെ അതിലേക്ക് 3 പച്ചമുളക് കൂടെ ചെറുതായിട്ട് അരിഞ്ഞുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു വലിയ സവാള ചോപ്പ് ചെയ്തതാണ്, അതുകൂടെ ഇട്ടൊന്ന് വഴറ്റി എടുക്കാം. പിന്നെ അതിലേക്ക് ഒരു വലിയ ക്യാരറ്റ് കൂടെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാലയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ആവശ്യത്തിന് ഈ വെജിറ്റബിൾസിന് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൂടെ ഇട്ട് പച്ചമണം മാറുന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ഇത് ചിക്കൻ മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടിയൊക്കെ ഇട്ട് കുക്കറിൽ ഒന്ന് വേവിച്ച് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ ഇട്ടൊന്ന് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. നിങ്ങൾക്ക് ചിക്കൻ്റെ സ്ഥാനത്ത് മുട്ട വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ചിക്കൻ ഒഴിവാക്കിയിട്ട് മുട്ട വേണമെങ്കിൽ നമുക്ക് ഈ കൂട്ടിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ചിക്കൻ ഇഷ്ടമില്ലാത്തവർക്ക്. പിന്നെ അതിലേക്ക് ഒരു കാപ്സിക്കം ചെറുതായിട്ട് നുറുക്കിയത് ഇട്ട് കൊടുക്കാം. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. ഹൈപ്പ് എന്ന ഓപ്ഷനിലൂടെ മറക്കാതെ ചെയ്യുക. പിന്നെ അവസാനം ചേർക്കാനുള്ളത് കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും കൂടെ ആണ്. അതും കൂടെ ഇട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. നമുക്ക് ഫില്ലിങ്ങിനുള്ള കൂട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം, ഫ്ലെയിം ഓഫ് ചെയ്ത്. പിന്നെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഈ 1 ഗ്ലാസിൻ്റെ അളവിനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. മൈദ മാവാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതേ അളവിൽ തന്നെ 1 കപ്പ് പാലൂടെ പശുവും പാലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ 1/4 കപ്പോളം വെള്ളം, 1/4 ഗ്ലാസ് വെള്ളം, പിന്നെ 1 മുട്ടയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ 1 ടീസ്പൂൺ പഞ്ചസാര, പിന്നെ ഇതിനാവേണ്ട ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് ഇളക്കിയിട്ട് നമുക്കത് നന്നായിട്ട് അടിച്ചെടുത്തുകൊണ്ട് വരാം. ഇട്ടൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം. ഈ പരുവത്തിൽ വേണം നമുക്കുള്ള മാവ് കിട്ടാനുള്ളത്. നമുക്കിത് വെച്ചേക്കേണ്ടതെന്ന് ആവശ്യമില്ല, അപ്പോഴത്തന്നെ നമുക്ക് ചുട്ടെടുക്കാവുന്നതാണ്. ഞാനിത് 1.5 തവി മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിൽ അല്ല ലോ ഫ്ലെയിമിലിട്ട് വേണം ഇത് തയ്യാറാക്കി എടുക്കാനുള്ളത്. പെട്ടെന്ന് തന്നെ ഇത് തയ്യാറായി കിട്ടും. 1 മിനിറ്റിനുള്ളിൽ തന്നെ തിരിച്ച് ഇട്ടാവുന്നതാണ്. നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം ഇതേപോലെ. പിന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ചിക്കൻ കൂട്ട് നമുക്കിതിൻ്റെ ഒരു പോർഷൻ ഒരു സൈഡിലോട്ട് മാത്രമായിട്ട് വെച്ച് കൊടുക്കാം. നമുക്ക് തിരിച്ചിട്ടു ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്താൽ നന്നായിട്ട് ഒട്ടി വരും. പിന്നെ അതിന് മുകളിൽ അല്പം എണ്ണയോ നെയ്യോ ഏതായാലും കുഴപ്പമില്ല, ഇതേപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. 2 സൈഡിൽ ഇതേപോലെ തിരിച്ച് മറിച്ചുകൊണ്ട് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. എണ്ണയായാലും കുഴപ്പമില്ല, നെയ്യുണ്ടെങ്കിൽ നെയ്യായാലും ഞാനിത് എണ്ണയാണ്, സൺഫ്ലവർ ഓയിലാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്, ബ്രഷ് ചെയ്യുന്നത്. ലോ ഫ്ലെയിമിലിട്ട് ഇതേപോലെ നമുക്ക് തിരിച്ച് മറിച്ചുവിട്ട്
കുക്ക് ചെയ്തെടുക്കാം. ഇത് നല്ല മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് വേറെ പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. ഇതേപോലെ തന്നെ ബാക്കി നമുക്കെല്ലാം ഇതേപോലെ ചുട്ടെടുക്കാം. സോഫ്റ്റും ടേസ്റ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റിനായാലും ഡിന്നറിനൊക്കെ കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു റെസിപ്പിയാണിത്. വേറെ കറിയൊന്നും ഉണ്ടാക്കണ്ട, പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കുകയും ചെയ്യാം. കുട്ടികൾക്കായാലും വിരുന്നുകാർക്കൊക്കെ ആയാലും ഒത്തിരി ഇഷ്ടപ്പെടുന്നൊരു റെസിപ്പിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. വളരെ സോഫ്റ്റും ടേസ്റ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറായിട്ടുണ്ട്. ഡിന്നറിനായാലും നമുക്കിത് തയ്യാറാക്കി കഴിക്കാവുന്നതാണ്. കണ്ടില്ലേ, നല്ല സോഫ്റ്റാണിത്. അധികം ഓയിലൊന്നുമില്ല. നമ്മൾ പൊറോട്ടയൊക്കെ വാങ്ങുമ്പോൾ നല്ല ഓയിലിലൊക്കെ ഉണ്ടാക്കുന്ന ഇത് നല്ല സോഫ്റ്റുമാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. അടുത്ത വീഡിയോയിലായിട്ട് കാണാം.